ഹലോ ഗൈസ്. അപ്പൊ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ സാബിയുടെ പുതിയ മാനേജർ പാക്കിന്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷനും അതുപോലെ തന്നെ ഈ ഒരു പാക്ക് നിങ്ങൾ എടുത്താൽ നിങ്ങൾ വെർത്താണോ അതോ ഇല്ലയോ, അതുപോലെ തന്നെ നേരത്തെ സാബി എടുത്തവർക്കൊക്കെ ഈ ഒരു പാക്കിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണോ എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇന്നത്തെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ. നിങ്ങൾ ആദ്യമായിട്ട് തന്നെ എന്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനൽ സ്റ്റാർട്ടിംഗ് ഫേസിലാണ്. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഡെയിലി നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ കിട്ടത്തുള്ളൂ. അപ്പൊ നിങ്ങൾ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക. നമുക്ക് അധികം ടൈം വേസ്റ്റ് ചെയ്യാൻ നേരെ നമ്മുടെ വീഡിയോയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. ഗൈസ്, അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയട്ടെ, ഈ ഒരു മാനേജർ നമ്മൾ നേരത്തെ വന്ന സാബിയിലെ അതും ഇതും തമ്മിൽ വലിയ രീതിക്ക് ഡിഫറൻസ് ഒന്നും ഇല്ല. ഓക്കെ, സ്റ്റാറ്റ്സ് വലിയ ഡിഫറൻസ് ഒന്നുമില്ല, പക്ഷെ ചില കാര്യങ്ങൾ ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, അത് ഞാൻ എന്താണെന്നൊക്കെ ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു മാനേജറിന്റെ ജസ്റ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഈ ഒരു മാനേജർ വരുന്ന പ്രൊഫിഷ്യൻസി, അതായത് പ്ലേയിങ് സ്റ്റൈൽ വരുന്നത് ക്വിക്ക് കൗണ്ടറും വരുന്നുണ്ട്, അതിന്റെ കൂടെ തന്നെ പൊസിഷൻ ഗെയിമും വരുന്നുണ്ട്. നേരത്തെ വന്ന നമ്മുടെ സാബി നോക്കുകയാണെങ്കിൽ പുള്ളിക്ക് നമ്മുടെ എന്താണ് ക്വിക്ക് കൗണ്ടർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇവിടെ വരുമ്പോൾ നമുക്ക് പൊസിഷൻ ഗെയിമും കൂടെ കിട്ടുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ. അപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് ഇടയ്ക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വിച്ച് ചെയ്തിട്ട് വേണമെങ്കിൽ പൊസിഷൻ ഗെയിം ഇട്ടിട്ടും കളിക്കാം, അതല്ല നിങ്ങൾക്ക് ക്വിക്ക് കൗണ്ടർ ഇട്ടിട്ടും വേണമെങ്കിൽ കളിക്കാം. രണ്ട് തരത്തിൽ നിങ്ങൾക്ക് ഈ ഒരു മാനേജറിനെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗെയിം പ്ലാനിങ് അങ്ങനെയൊക്കെ ചേഞ്ച് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കളിക്കാൻ വേണ്ടി പറ്റും. അതാണ് നമ്മുടെ ഫസ്റ്റ് കേസ് പറയാനുള്ളത്. രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ ഒരു മാനേജറിന്റെ പോസ്റ്റും കാര്യങ്ങളൊക്കെയാണ്. ഇതൊരു ഈ ഒരു ഇ ഫുട്ബോൾ 25 ഇപ്പൊ ഡബിൾ ബൂസ്റ്റർ മാനേജറുകളാണ് വരുന്നത്. ആ ഒരു ടൈമിലാണ് ഇവര് പിന്നെയും ഒരു സിംഗിൾ ബൂസ്റ്റർ മാനേജറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ സാബിയൊക്കെയാണ് സിംഗിൾ ബൂസ്റ്റർ ആണ്. നേരത്തെ വന്ന സാബി സിംഗിൾ ബൂസ്റ്റർ തന്നെയായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ബൂസ്റ്റർ വെറും ഒരു ബൂസ്റ്റർ മാത്രമേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ആ ഒരു ബൂസ്റ്റർ ആക്സിലറേഷൻ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. നേരത്തെ സാബിയിലും ആക്സിലറേഷൻ തന്നെയാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഇതിലും ആക്സിലറേഷൻ തന്നെയാണ് ആ ഒരു ബൂസ്റ്ററുകളൊക്കെ വരുന്നത്. സോ ഈ ഒരു ടൈമിൽ നിങ്ങൾ ഈ ഒരു സിംഗിൾ ബൂസ്റ്റർ മാനേജർ എടുത്താൽ നിങ്ങൾ വെർത്ത് ആണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വെർത്ത് തന്നെയാണ്. കാരണം എന്താണ്, നിങ്ങൾക്ക് ഇപ്പൊ ഒരു ഡബിൾ ബൂസ്റ്റർ മാനേജറിന് ഇപ്പൊ കറന്റ് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരു 1500 കോയിൻ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വരും. അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് കുറച്ച് പ്ലേയേഴ്സിനെയും കാര്യങ്ങളൊക്കെ കിട്ടും. നമുക്കിപ്പോ കുറച്ച് 1500ന്റെ കുറച്ച് മാനേജർ പാക്ക് ഒക്കെ വന്നിട്ടുണ്ട്. ലാസ്റ്റ് ഇന്നലെ ആഡ് ചെയ്ത നമ്മുടെ എന്താണ് ബയേന്റെ പാക്കുകളൊക്കെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമ്മുടെ നേരത്തെ വന്ന കുറച്ച് പാക്കുകളൊക്കെ അവൈലബിൾ ആണ്. ഇവിടെ വരുന്ന മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാം നിങ്ങൾ 1500 കോയിൻ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു പാക്കുകളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. നമ്മുടെ സാവിലേക്ക് വരുമ്പോൾ വെറും 500 കോയിൻ, ജസ്റ്റ് ഒരു 500 കോയിനിൽ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു മാനേജറിനെ കിട്ടും. അതാണ് മെയിൻ സംഭവം. നിങ്ങളിൽ അധികം കോയിനോ നിങ്ങൾ വേസ്റ്റ് ചെയ്യാൻ താല്പര്യം ഇല്ലാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടും ബെറ്റർ ആയിട്ടൊരു ഓപ്ഷൻ ആയിരിക്കും സാബിയൻസോ എന്ന് പറയുന്നത്. കാരണം സിംഗിൾ ബൂസ്റ്റർ ആണെങ്കിൽ അത്യാവശ്യം നല്ലൊരു പെർഫോമൻസും കാര്യങ്ങളും നമുക്ക് സാബിനെ വെച്ചത് ഈ ഗെയിം പ്ലേയിൽ കിട്ടും. ഓക്കെ, അതുപോലെ തന്നെ രണ്ട് ടീം എന്താണ് നമ്മുടെ ടാറ്റിക്സും കൂടെ വരുന്നുണ്ട്. ഓക്കെ. ഓക്കെ. അപ്പൊ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ നേരത്തെ ഒരു സാബിയുടെ നേരത്തെ വന്ന സാബിയുടെ മാനേജർ പാക്ക് എടുത്ത ഒരാള് ഈ ഒരു പാക്കിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണോ വേണ്ടയോ എന്നാണ്. ഫസ്റ്റ് ഓഫ് ഓൾ പറയട്ടെ, നിങ്ങൾ ആദ്യത്തെ അതായത് നിങ്ങൾ ആ ഒരു ടൈമിൽ വന്നപ്പോൾ ആ സാബിനെ എടുത്തിട്ട് നിങ്ങൾ നല്ല രീതിക്ക് യൂസ്ഫുൾ ചെയ്തൊരു ആളുകളാണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടും ഈ ഒരു മാനേജർ പാക്കിലേക്ക് അപ്ഗ്രേഡ് ചെയ്യൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു കൊണാമിയുടെ ഒരു ഇതനുസരിച്ച് എന്ന് വെച്ചാൽ ഇവര് ആദ്യം ഒരു സാധനം കൊണ്ടുവരും, അതായത് ഫസ്റ്റ് ഒരു പാക്ക് കൊണ്ടുവരും. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ അതിന്റെ പവറൊക്കെ ചിലപ്പോൾ കുറയ്ക്കാറുണ്ട്. ചില കാർഡുകൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. വന്ന ടൈം നല്ല പവർ ആയിരിക്കും, അതിനുശേഷം പിന്നീട് വരുമ്പോൾ ആ ഒരു പവർ കാര്യങ്ങളൊക്കെ കുറച്ച് വരും. അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ ഇപ്പൊ ഈ ഒരു സാബി പുതിയതായിട്ടാണ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അങ്ങനെ നമ്മൾ നോക്കുന്ന ടൈമിൽ നമുക്ക് നേരത്തെ, അതായത് നേരത്തെ വന്ന ആ ഒരു സാബി തീർച്ചയായിട്ടും ആ ഒരു സാബിയുടെ പവറും കാര്യങ്ങളൊക്കെ കുറച്ചിട്ടായിരിക്കും ഇവർ ഈ ഒരു പുതിയ സാബിനെ കൊണ്ടുവന്നിട്ടുണ്ടാവുക. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ ഇത് കൊണാമിയുടെ ഒരു ബിസിനസ് ആണ്. ഓക്കെ. അവരുടെ ബിസിനസ് എന്ന് വെച്ചാൽ അവർക്ക് ഇതിലേക്ക് ആളുകൾ കോയിൻ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം. അതായത് അവർ പൈസ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് കോയിൻ പർച്ചേസ് ചെയ്തിട്ട് കൊണാമിയുടെ പ്രൊഡക്റ്റുകളൊക്കെ പർച്ചേസ് ചെയ്യണം. ഇതാണ് അവരുടെ ആ ഒരു ബിസിനസ് മോട്ടീവ്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ അവരിപ്പോ പുതിയ നമ്മുടെ സാബിനെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പുതിയ സാബിക്ക് നല്ല രീതിക്ക് ആട്രിബ്യൂട്ടും നല്ലൊരു കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടായിരിക്കും അവർ കൊണ്ടുവന്നിരിക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മെയിൻലി ആ ഒരു ബിസിനസ് റൺ ചെയ്യണം. ഇപ്പൊ നിങ്ങൾ ജസ്റ്റ് ചിന്തിച്ച് നോക്കാം, ഇപ്പൊ ഈ ഒരു പുതിയ സാബി ഒട്ടും പുറത്ത് അല്ലെങ്കിൽ ആരും ഈ ഒരു സാബിനെ ഒരിക്കലും മേടിക്കത്തില്ല. അങ്ങനെ മേടിക്കാണ്ടിരിക്കുകയാണെങ്കിൽ കൊണാമിയുടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് ഡൗൺ ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്തായാലും ഈ ഒരു സാബി നല്ല വർത്ത് ആയിട്ട് ഒരു സാബി തന്നെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ആയിരിക്കും അവർ ഈ ഒരു പാക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പൊ നിങ്ങൾ നേരത്തെ സാബിനെ വെച്ചിട്ട് യൂസ് ചെയ്തിട്ട് നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ആളുകൾ ആണെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ സാബിനെ സൈൻ ചെയ്യുക. കാരണം
ഇപ്പൊ കുറച്ച് യൂസേഴ്സ് നിങ്ങൾക്ക് ഈ വീഡിയോ കാണാൻ ചിലവർക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും. അതായത് നമ്മൾ ആ ഒരു ഫസ്റ്റത്തെ മാനേജറിനെ എടുത്ത് കളിപ്പിച്ച ആ ഒരു കളി ഇപ്പൊ ചിലപ്പോ നിങ്ങൾക്ക് കിട്ടണമെന്നില്ല. സോ അതാണ് ഞാൻ പറയുന്നത്. കൊണാമി ചില ടൈമിൽ നമ്മുടെ പണ്ട് വന്ന സാധനം പിന്നെ അത് പുതിയതായിട്ട് ഇറക്കുമ്പോൾ നമ്മുടെ പണ്ട സാധനത്തിന്റെ ആ പവർ അങ്ങ് കുറയ്ക്കും. ഇതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഐക്കോണിക് പ്ലേയേഴ്സ്. കാരണം ഐക്കോണിക് പ്ലേയേഴ്സ് നമ്മുടെ പെസ് എന്ന ടൈമിൽ ഐക്കോണിക് പ്ലേയേഴ്സ് ഒക്കെ നല്ല രീതിക്ക് ആട്രിബ്യൂട്ടുകളൊക്കെ കൊടുത്തിട്ടുണ്ടാകുന്നത്. അതിനുശേഷം നമ്മുടെ പെസ് മാറി ഈ ഫുട്ബോൾ ആയപ്പോൾ അത് പണ്ടത്തെ ആ ഒരു ഐക്കോണിക്കിന്റെ പവർ എല്ലാം കംപ്ലീറ്റ്ലി കുറച്ചു. സോ അതാണ്. സോ അവരെന്ത് ചെയ്യും, ഇതും എന്താണ് അവരൊരു സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്യും, അതിന്റെ പവർ കൂട്ടും, അതിനുശേഷം അതിന്റെ ഒരു അപ്ഗ്രേഡ് വേർഷൻ ഇറക്കുമ്പോൾ തീർച്ചയായിട്ടും അവർ അതിന്റെ ആ ഒരു പവർ കുറയ്ക്കും. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ നേരത്തെ സാബ് എടുത്ത് യൂസ് ചെയ്തിട്ട് സാറ്റിസ്ഫൈഡ് ആയവരെല്ലാവരും ഈ ഒരു പാക്കേജ് അപ്ഗ്രേഡ് ചെയ്യൂ എന്നാണ് എന്റെ ഒരു റെക്കമെൻഡേഷൻ. ഓക്കെ. അതുപോലെ തന്നെ നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്ക് സാബി എടുക്കാൻ പറ്റിയില്ലാത്തവർക്കും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണിത്. കാരണം ജസ്റ്റ് ഒരു 500 റുപ്പീസ് നിങ്ങൾ 500 കോയിൻ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു നല്ല വർത്ത് ആയിട്ടുള്ള മാനേജറിനെ കിട്ടും. അതും പൊസിഷൻ ഗെയിമും അതുപോലെ തന്നെ ക്വിക്ക് കൗണ്ടർ ടാറ്റിക്സിനും കളിപ്പിക്കാൻ പറ്റും. സോ അത്യാവശ്യം ഒരുപാട് ആളുകൾ യൂസ് ചെയ്യുന്ന ഫോർമേഷൻസ് ആണ് ഈ ഒരു പൊസിഷൻ ഗെയിമും അതുപോലെ തന്നെ ക്വിക്ക് കൗണ്ടറും കാര്യങ്ങളും. സോ എന്തുകൊണ്ടും ഈ ഒരു സാബിന് എടുക്കേണ്ടത് 100% വർത്ത് തന്നെയാണെന്നാണ് എന്റെ ഒരു ഓപ്പർച്യൂണിറ്റി. സോ ജസ്റ്റ് ഞാൻ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ വെച്ചിട്ടാണ് പറയുന്നത്. സോ നമ്മൾ കളിപ്പിച്ച് നോക്കിയാൽ മാത്രമേ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവത്തുള്ളൂ. സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഈ സാബിനെ നേരത്തെ എടുത്തിട്ടുള്ള ആളുകളാണ് കളിച്ചത്, നല്ല റിസൾട്ട് നിങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു പുതിയ മാനേജറിനെ സൈൻ ചെയ്യുക. കാരണം അതിനേക്കാളും കുറച്ചും കൂടെ പവർ കൂട്ടിയിട്ടായിരിക്കും ഈ ഒരു സാബി വന്നിട്ടുണ്ടാവുക. സോ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും ഈ ഒരു സാബി നിങ്ങൾ സൈൻ ചെയ്യുകയാണെങ്കിൽ. ഓക്കെ. അതുപോലെ തന്നെ നേരത്തെ സാബിനെ മിസ്സായി പോയവർക്കും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് ഈ ഒരു സംഭവം. ഓക്കെ. സോ ഞാൻ ജസ്റ്റ് പറയാനുള്ളത് വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് ലോങ് ബോൾ കൗണ്ടർ കളിക്കുന്ന യൂസേഴ്സ് ആണെങ്കിൽ മാത്രം ഈ ഒരു സാബിനെ സൈൻ ചെയ്യാണ്ടിരിക്കുക. കാരണം ലോങ് ബോൾ കൗണ്ടർ ഉള്ള പുതിയ വേറെ മാനേജേഴ്സ് നമ്മുടെ ഗെയിമിൽ ഓൾറെഡി വന്നിട്ടുണ്ട്. നമ്മുടെ എന്താണ് നേരത്തെ വന്നിട്ട് നമ്മുടെ ഈ ഒരു ജോസ് മൊറീനോ ഒക്കെ ലോങ് ബോൾ കൗണ്ടർ ടാറ്റിക്സിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ ലോങ് ബോൾ കൗണ്ടർ ടാറ്റിക്സ് യൂസ് ചെയ്യുന്നവർ മാത്രം ഈ ഒരു സാബിനെ സൈൻ ചെയ്യാണ്ടിരിക്കുക. അതുപോലെ തന്നെ ക്വിക്ക് കൗണ്ടറും പൊസിഷൻ ഗെയിമും കളിക്കാൻ താല്പര്യമുള്ളവർ എന്തായാലും ഈ ഒരു സാബിനെ സൈൻ ചെയ്യുക. എന്ന ശേഷം ബർത്ത് തന്നെ ആയിരിക്കും എന്നാണ് എന്റെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസിൽ എനിക്ക് തോന്നുന്നത്. സോ നിങ്ങൾ എന്തായാലും മസ്റ്റ് ആയിട്ട് സൈൻ ചെയ്യുക നിങ്ങൾക്ക് സാബിനെ എടുത്ത് കളിപ്പിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ. സോ ഗൈസ്, അപ്പൊ ഇത്രയും നമ്മുടെ വീഡിയോ. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയുടെ ഇൻഫർമേഷൻ കേട്ടിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പർപ്പസ് അനുസരിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ ഒരു മാനേജറെ മേടിക്കാണ്ടിരിക്കാം. അത് കംപ്ലീറ്റ് നിങ്ങളുടെ ചോയ്സ് ആണ്. സോ നിങ്ങൾക്ക് എന്താണ് നമ്മുടെ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നാണ് എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മുടെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പൊ ഗൈസ്, അപ്പൊ ഇത്രയും പറഞ്ഞ നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. സോ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സോ ഗൈസ്, ബൈ.